ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ വിനീതമായ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കുന്നു. ഈ സന്തോഷത്തിൻ്റെ വേളയിൽ നമുക്ക് പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ മലാഖിയുടെ വാക്കുകളിൽ നിന്ന് ഒരു പ്രത്യേക സന്ദേശം സ്വീകരിക്കാം, ധ്യാനിക്കുകയും ചെയ്യാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രത്യാശയുടെ ഒരു ദീപമായി മലാഖിയുടെ വാക്കുകൾ നിലകൊണ്ടു. അവിടുന്ന് പറയുന്നു, എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതിയുടെ സൂര്യൻ അവൻ്റെ ചിറകുകളിൽ ആരോഗ്യവുമായി ഉദിക്കും. നമുക്ക് ധ്യാനിക്കാം. ഇരുളടഞ്ഞ ലോകത്തിന് ഒരു വാഗ്ദാനമാണിത്. ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴും തങ്ങളുടെ ഉടമ്പടി ലംഘിച്ചപ്പോഴും മലാഖി ഓർമ്മിപ്പിച്ചു, ദൈവം തൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തനാണ്. നീതിയുടെ സൂര്യൻ ഉദിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ പ്രവചനം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ പൂർത്തിയാവുകയായിരുന്നു. അവിടുന്ന് വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു. നമ്മുടെ ക്രിസ്തുമസ് രാവ് ശാന്തമായിരിക്കാം, പക്ഷേ അത് കൊണ്ടുവന്ന ഒരു സന്ദേശം വളരെ ശക്തമാണ്. അന്ധകാരത്തിൽ വെളിച്ചമാണത്. ക്രിസ്തു നമ്മുടെ നീതിയുടെ സൂര്യനാണ്. അവിടുത്തെ ജനനം നമുക്ക് പാപത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും വിടുതലും ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാനുള്ള വഴിയും നൽകുന്നു. അതൊരു ആരോഗ്യമാണ്, അതൊരു സൗഖ്യമാണ്. അവിടുത്തെ ചിറകുകളിൽ ആരോഗ്യമെന്ന വാഗ്ദാനം യേശു നമുക്ക് നൽകുന്ന ശാരീരികവും ആത്മീയവുമായ സൗഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണതയും വിശ്രമവും കണ്ടെത്താനാകും. ഈ ക്രിസ്തുമസ് കാലത്ത് മലാഖി പ്രവചിച്ച ആ നീതിയുടെ സൂര്യനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. അതിന് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തുമസ് അർത്ഥവത്തായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ശാന്തിയും സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹവും നിറഞ്ഞ ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.